നമസ്കാരം. ഇലക്ഷൻ ഡ്യൂട്ടി തലേന്ന്, അതായത് ഇന്ന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ജോലികൾ എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെ നമ്മൾ തലേന്ന് കുറേ പണികൾ തീർത്തു വെച്ചാൽ നമ്മൾ അത്രയും ടെൻഷൻ കുറയും. നാളെ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. നാളെ വൈകുന്നേരം എളുപ്പത്തിൽ കവറുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന് സഹായകരമായ ഒരു വീഡിയോ ആണ്. ഒരുപക്ഷെ ഈ 2025 ഇലക്ഷൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെല്ലുന്ന ബൂത്തിൻ്റെ, നമ്മൾ ജോലിക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ബൂത്തിൻ്റെ, ആ ബൂത്ത് നിലനിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പേര്, ഇത്ര താഴെ പറയുന്ന കാര്യങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർ തൻ്റെ ഡയറിയിൽ, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലല്ല, നമ്മുടെ പേഴ്സണൽ ഡയറിയിൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുക. ആ കുറിച്ച് വെക്കേണ്ട കാര്യം വളരെ പെട്ടെന്ന് ഞാൻ പറയാം. നമ്മൾ ചെല്ലുന്ന ബൂത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്, ആ ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്പറും പേരും, ആ ഗ്രാമപഞ്ചായത്തിലെ നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന വാർഡിൻ്റെ പേരും അതിൻ്റെ നമ്പറും, വാർഡിൻ്റെ പേരും അതിൻ്റെ നമ്പറും, പിന്നെ ബ്ലോക്കിൻ്റെ പേര്, ബ്ലോക്കിൻ്റെ നമ്പറും പേരും, പിന്നെ ബ്ലോക്കിലെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് എന്ന് അതിൻ്റെ നമ്പറും, ജില്ലാ പഞ്ചായത്തിൻ്റെ പേര്, അതിൻ്റെ നമ്പർ, പിന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ്റെ നമ്പറും, നമ്മളെ ബൂത്തിലെ വോട്ടർമാർ ചെയ്യുന്നത് ഏത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഏത് ഡിവിഷനിലേക്കാണ് അതിൻ്റെ നമ്പർ നമ്മൾ നോട്ട് ബുക്കിൽ അല്ലെ ഡയറിയിൽ കുറിച്ച് വെക്കുക. അത് മിക്കവാറും നമ്മുടെ ഈ ബാലറ്റ് യൂണിറ്റിൻ്റെ ലേബലിൽ തന്നെ ഉണ്ട്. എല്ലാം കൂടി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ. അതൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക, നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. മറ്റൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കേണ്ട, അല്ലെ ഡയറിയിൽ എഴുതി വെക്കേണ്ടത് കൺട്രോൾ യൂണിറ്റ് നമ്പറാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറയുന്നത്, അതപ്പോൾ അങ്ങനെ മതിയല്ലോ, വെറുതെ നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് പോകണ്ട. കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. ബാലറ്റ് യൂണിറ്റ്, 3 ബാലറ്റിംഗ് യൂണിറ്റിൻ്റെയും നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ അതാതിൻ്റെ ടാഗിൽ ഉണ്ടാവും. ദെൻ DMM നമ്പർ, കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ പറയുന്ന പോലെ തന്നെ DMM നമ്പർ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു സമയത്ത്, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, തെളിഞ്ഞു വരും. ആ DMM നമ്പർ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ എഴുതാനുണ്ട്, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. പേപ്പർ സീലുകൾ, 3 സീലുകളും, അതായത് നമുക്ക് 3 സീലാണോ ഉള്ളത്, സ്പെഷ്യൽ ടാഗ്, സ്ട്രിപ്പ് സീല്, ഗ്രീൻ പേപ്പർ സീല്. ഈ 3 സീലുകളും തന്നത് എത്ര എണ്ണമാണ്, ആ അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇതിലൊരു പേപ്പർ സീലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. 3ലും ഗ്രീൻ പേപ്പർ സീലിൽ ഒന്ന് ഉപയോഗിക്കുന്നു, പിന്നെ അതേപോലെ സ്ട്രിപ്പ് സീലിൽ ഒന്ന് ഉപയോഗിക്കുന്നു, ദെൻ സ്പെഷ്യൽ ടാഗും ഒന്ന് ഉപയോഗിക്കും. ആ ഉപയോഗിക്കാൻ നാളെ പോകുന്നതിൻ്റെ സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ആ ഉപയോഗിക്കാൻ പോകുന്നത് മാറ്റി വെക്കുക, ഒരു കവറിൽ മാറ്റി വെക്കുക. അതിൻ്റെ പുറകിൽ ഒപ്പിട്ടും വെക്കാം പ്രിസൈഡിംഗ് ഓഫീസർക്ക്. മറ്റൊന്ന്, ഓരോ തലത്തിലേക്കും നമുക്ക് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ തന്നിട്ടുണ്ടാവും. ആ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ 10 എണ്ണം വീതാ തരുന്നത്. 2 എണ്ണം വേറെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, അത് മാറിപ്പോരുത്. ആ 2 എണ്ണം എന്ന് പറയുന്നത് പിന്നെ ബാലറ്റ് ലേബലാണ്. നമ്മൾ ക്യാൻസൽ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലറ്റ് ലേബൽ, അതാണ്. അങ്ങനെ 10-ഉം 2-ഉം 12 ഉണ്ടാവും. 12ഉം ടെൻഡേഡ് ബാലറ്റാണ് ധരിക്കരുത്. 10 ടെൻഡേഡും 2 ബാലറ്റ് ലേബലുമാണ് തന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ആ ടെൻഡേഡ് ബാലറ്റ്, തന്ന ടെൻഡേഡ് ബാലറ്റിൻ്റെ 10 എണ്ണം വീതം, 10 ഗ്രാമം, 10 ബ്ലോക്ക്, 10 ജില്ല അന്ന് തന്നിട്ടുണ്ടാവുക. അതിൻ്റെ സീരിയൽ നമ്പർ ഫ്രം ടു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മളുടെ ഡയറിയിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പിന്നെ നമ്മൾ എഴുതി വെക്കാവുന്ന കാര്യങ്ങൾ, വേറെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലേക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, എത്ര സ്ഥാനാർത്ഥികൾ പോളിംഗ് ഏജന്റുമാരെ നിയമിച്ചിട്ടുണ്ട്, ഒക്കെ രാവിലത്തേക്ക് എഴുതിയാൽ മതി. അതേപോലെ മോക്ക് പോളിൻ്റെ സമയത്ത് എത്ര പേര് ഹാജരായിരുന്നു, ക്ലോസിങ്ങിൻ്റെ സമയത്ത് എത്ര പേര്, അത് അന്നേരം നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ബൂത്തിലെത്തി, വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, ആമുഖങ്ങളൊന്നും പറയുന്നില്ല. ബൂത്തിലെത്തി ഒട്ടിക്കേണ്ട സാധനമൊക്കെ ഒട്ടിച്ചു. N7 N8 ഒക്കെ ഒട്ടിക്കാനുണ്ട്. ബൂത്ത് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റും ബാലറ്റിംഗ് യൂണിറ്റും, അതിന് മുന്നേ ഇതെല്ലാം എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സെറ്റ് ചെയ്തു. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഈ 3, 2, 1 കൺട്രോൾ യൂണിറ്റിൽ കണക്ഷൻ കൊടുക്കുന്നു.
ഇത് മറ്റേ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലേക്കോ ആണെന്നുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പിന്നെ ഒറ്റ യൂണിറ്റേ ഉള്ളൂ. ഞാൻ പഞ്ചായത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും നടക്കുന്ന രീതി. അതിൽ 2 ബാലറ്റിംഗ് യൂണിറ്റ് കുറവുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ഈ 3 ബാലറ്റിംഗ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ഷൻ കൊടുക്കുന്നു, പവർ സ്വിച്ച് ഓഫ് ഓൺ ചെയ്യുന്നു. നിങ്ങൾ തന്നെ ഒരു മോക്ക് പോള് ചെയ്ത് നിങ്ങളുടെ പോളിംഗ് ഉദ്യോഗസ്ഥർ മാത്രമായിട്ട് ഒരു മോക്ക് പോൾ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയം എടുത്താൽ മതി, 10-15 മിനിറ്റ് എടുക്കുക. അപ്പോൾ തന്നെ ആ 15 മിനിറ്റ് സമയം കഴിയുമ്പോൾ നിങ്ങൾ കൺട്രോൾ യൂണിറ്റിനെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ ഒരു മോക്ക് പോൾ നടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് നാളെ വളരെ നന്നായിട്ട് നാളെ രാവിലെ 6 മണിക്ക് മോക്ക് പോൾ നടത്താൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എളുപ്പമാവുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മോക്ക് പോളിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മോക്ക് പോൾ നടത്തുന്ന സമയത്ത് ഒരു 2 അണ്ടർ വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അത് രാവിലെയും ചെയ്യണം. രാവിലെ അണ്ടർ വോട്ട് ചെയ്താലേ അണ്ടർ വോട്ട് എന്താണെന്ന് ഈ പോളിംഗ് ഏജൻസിന് മനസ്സിലാവുള്ളൂ. അപ്പം നിങ്ങൾ അണ്ടർ വോട്ട് ചെയ്യുന്ന തലേന്ന് നിങ്ങൾ ഒരു മോക്ക് പോൾ ചെയ്യുമ്പോൾ ഒരു ബാലറ്റ് ഒരാൾ ഗ്രാമപഞ്ചായത്തിൽ മാത്രം വോട്ട് ചെയ്തിട്ട് ബ്ലോക്കും ജില്ലയും ചെയ്യാതെ അയാൾ എൻഡ് ബട്ടൺ അമർത്തുക. അപ്പോൾ ബ്ലോക്കിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു അണ്ടർ വോട്ട് ഉണ്ടാവും, ജില്ലയുടെ റിസൾട്ട് വരുമ്പോഴും ഒരു അണ്ടർ വോട്ട് ഉണ്ടാവും. അത് എപ്പോഴാണ് തെളിയുക? നമ്മൾ അതിനുശേഷം മോക്ക് പോൾ നടത്തിയതിന് ശേഷം നമ്മൾ ക്ലോസ്ഡ് ബട്ടൺ അമർത്തും. ക്ലോസ്ഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും. അവിടെ അങ്ങനെ ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ നമ്മളെ ചെയ്ത വോട്ടിൽ നിന്ന് ഗ്രാമത്തിൽ തുല്യമായിരിക്കും. ബ്ലോക്കിന് നമ്മൾ ഒരെണ്ണം കുറച്ചാണ് ചെയ്തത്, അപ്പോൾ ഒരെണ്ണം കുറച്ചേ അവിടെ കാണിക്കുള്ളൂ. ജില്ലയ്ക്കും സ്ക്രീനിൽ ഒരെണ്ണം കുറച്ചേ കാണിക്കുള്ളൂ. എപ്പോൾ? ക്ലോസ്ഡ് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നടക്കുന്ന ഡിസ്പ്ലേയിൽ. എന്നാൽ അതിന് ശേഷം നമ്മൾ റിസൾട്ട് ബട്ടൺ അമർത്തി കഴിയുമ്പോൾ അവിടെ ഒന്നാമത്തെ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത വോട്ട് അത്രയും കാണിക്കും. രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തിൽ അണ്ടർ വോട്ട് എന്ന് പ്രത്യേകം കാണിച്ചിട്ട് ഒരെണ്ണം ഉണ്ടാവും, ജില്ലയ്ക്കും ഉണ്ടാവും. അതുപോലെ നമ്മളൊന്ന് ചെയ്യുക. അതന്നെ മോക്ക് പോളിൽ രാവിലെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മോക്ക് പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പോളിംഗ് ഏജൻസിന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾ കവറുകൾ ഒരുപാട് കവറുകൾ തന്നിട്ടുണ്ട്. കവറുകളുടെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് പൂരിപ്പിക്കുക. മിക്കവാറും കവറുകളിലൊന്നും തന്നെ ടു അഡ്രസ്സ് എഴുതേണ്ടതില്ല, കാരണം നമ്മൾ നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ പൂരിപ്പിക്കാനുണ്ട്, എന്നാലും ആ പൂരിപ്പിക്കാൻ അധികവും ഫ്രം അഡ്രസ് ആണ്. അത് പൂരിപ്പിക്കുക. എല്ലാ കവറുകളുടെ പുറത്തും കഴിവതും നിങ്ങൾ ഡിസ്റ്റിങ്വിഷ് മാർക്കൊന്ന് വെച്ചേക്കുക. അത് നിങ്ങൾ ബൂത്തിനെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ്. എന്തെങ്കിലും കാരണവശാൽ ഫ്രം അഡ്രസ്സ്, പിന്നെ നിങ്ങൾ പൂരിപ്പിക്കേണ്ട ബൂത്ത് നമ്പറും ബൂത്ത് നെയിമും പൂരിപ്പിക്കാനുണ്ടാവും. അത് എല്ലാ കവറിൻ്റെ പുറത്ത് പൂരിപ്പിക്കാനില്ലെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നതാണ് നല്ലത്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ കവറുകളും വലിയ പാക്കറ്റുകളുടെ പുറത്ത് ആ പാക്കറ്റിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ഏതൊക്കെ കവറുകൾ ഇൻസർട്ട് ചെയ്യണം എന്ന കാര്യം അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൗകര്യമാണ്. അപ്പം നിങ്ങൾ ഈ കവറുകൾ സെറ്റ് ചെയ്ത് അതിന് ക്രമത്തിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഫോമുകളൊക്കെ തന്നെ ബുക്ക്ലെറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ബുക്ക്ലെറ്റായിട്ടാണ് നൽകിയിട്ടുള്ളതെങ്കിൽ, ഫോമുകൾ ബുക്ക്ലെറ്റായിട്ട് ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ എല്ലാ ഫോമുകളുടെ മുകളിലും നമുക്ക് ഈ ഡിസ്റ്റിങ്വിഷിംഗ് മാർക്ക് വെച്ചിടാം. ഡിസ്റ്റിങ്വിഷ് മാർക്ക് എല്ലാ ഫോമുകളുടെ വേണം. പിന്നെ ഫോമുകൾ ആ സമയത്ത് അങ്ങനെ ബുക്ക്ലെറ്റായിട്ടാണ് തന്നതെങ്കിൽ ഫോമുകൾ മുറിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ട് കയറ്റേണ്ട, കവറിലേക്ക് അന്നേരം കയറ്റാത്തതാണ് നല്ലത്. എല്ലാം എഴുതി പൂർണ്ണമായതിന് ശേഷം എലക്ഷൻ കഴിഞ്ഞ് വൈകുന്നേരം കവറുകളിലേക്ക് കയറ്റുന്നതാണ് നല്ലത്. അല്ല ബുക്ക്ലെറ്റായിട്ടല്ല നൽകിയിട്ടുള്ളതെങ്കിൽ നമുക്ക് ഫോമുകൾ കയറ്റി നേരത്തെ തന്നെ തലേന്ന് തന്നെ കയറ്റി വെക്കുന്നതാണ് നല്ലത്. ഞാൻ മനസ്സിലാക്കുന്നത് ബുക്ക്ലെറ്റായിട്ടാണ് ഇപ്രാവശ്യം എല്ലാ ഫോമുകളും നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുക്കിൽ തന്നെ എല്ലാ ഫോമും വരുമ്പോൾ നമുക്ക് അവിടെ ക്രമമായിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാം കഴിയുമ്പോൾ. അപ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം. അല്ല ബുക്ക്ലെറ്റായിട്ടല്ല ഫോമുകൾ ഇന്ന് തരുന്നതെങ്കിൽ, ഫോം എല്ലാം വേറെ വേറെയാണ് തരുന്നതെങ്കിൽ, നിങ്ങൾ ദയവായി ആ കൺസേൺഡ് ഫോംസ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ക്രമമായി അടുക്കി വെച്ചിരിക്കുന്ന കവറുകളുടെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഡ്യൂട്ടി ചെയ്താൽ മതി എന്നാണ് എനിക്ക്. ഇപ്പം ഇതെല്ലാം നമ്മളുടേതായ സ്വന്തമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കത് അതിൽ നിന്ന് മാറ്റം വരുത്തി ചെയ്യാൻ, അതല്ല നല്ലത് വേറെ എന്തെങ്കിലുമാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന കാര്യവും നമ്മൾ പറയുകയാണ്. ഇനി ഞാൻ ക്രമത്തിൽ പറയാം. നമുക്ക്
സ്റ്റാറ്റ്യൂട്ടറി കവറിൽ ഏതൊക്കെ ഫോമുകൾ നമുക്ക് എഴുതി വെക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഏതൊക്കെ ഫോമുകൾ തലേന്ന് എഴുതി വെക്കാം. സ്റ്റാറ്റ്യൂട്ടറി കവറിൽ പിന്നെ 21B ഉണ്ട്, ടെൻഡേർഡ് ബാലറ്റിന്റെ ലിസ്റ്റ്. അതിൽ നമുക്ക് ഹെഡിങ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഹെഡിങ് എന്ന് പറയുന്നത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പേര്, നിങ്ങളുടെ ബൂത്ത് നമ്പർ, ബൂത്തിന്റെ പേര്, ഇതൊക്കെയാണ് ഹെഡിങ്. അത് മാത്രമേ എഴുതി വെക്കാനുള്ളൂ. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി കവറുകളിൽ നാലാമത്തെ എണ്ണം എന്ന് പറയുന്ന ചലഞ്ച് ലിസ്റ്റ്, ചലഞ്ചഡ് വോട്ട്സിന്റെ ലിസ്റ്റിൽ നമ്മൾ ഹെഡിങ് മാത്രമേ എഴുതി വെക്കാനുള്ളൂ. ചലഞ്ച് 21-ൽ അതും അത്രയേ ഉള്ളൂ. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറിയിൽ കാര്യമായിട്ട് ഒന്നും തന്നെ നമുക്ക് ഈ തലേന്ന് ചെയ്യാൻ ഇല്ല. ആ രണ്ട് ഫോമിൽ മാത്രമേ ഉള്ളൂ. ഇനി നോൺ സ്റ്റാറ്റ്യൂട്ടറിയിൽ നമ്മൾ തലേന്ന് ചെയ്തു വെക്കാവുന്ന, തലേന്ന് തന്നെ രാത്രിയോടുകൂടി തന്നെ അപ്പോയിൻമെന്റ് ഓഫ് പോളിംഗ് ലെറ്റർ ഓഫ് പോളിംഗ് ഏജൻസിന്റെ കൊണ്ടുവരും അവർ. അത് അവരെ കൊണ്ട് ഒപ്പൊക്കെ ഇടിയിച്ച് നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള പാസ് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് മറ്റൊരു ഡ്യൂട്ടി. ഈ എലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞ് തന്നെ ഒരു 9 മണി 10 മണി, രാവിലെ 9 മണി 10 മണിയൊക്കെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ അപ്പോയിൻമെന്റ് ഓഫ് ലെറ്റർ ഓഫ് പോളിംഗ് ഏജന്റ് എന്ന് പറയുന്ന കവറ് ഫിനിഷ് ചെയ്യാവുന്നതാണ്. കാരണം അതൊക്കെ നേരത്തെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇലക്ഷൻ സമയത്ത് അതിന് ആ കവറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി നോൺ സ്റ്റാറ്റ്യൂട്ടറിയിൽ നാലാമത്തെ കളർ ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ടേഴ്സിൽ 22 എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഹെഡിങ് മാത്രമേ എഴുതേണ്ടതുള്ളൂ. നോൺ സ്റ്റാറ്റ്യൂട്ടറിൽ അഞ്ചാമത്തെ കവർ എന്ന് പറയുന്നത് എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആണ്. എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്തതാണ്. നേരത്തെ ഫോമല്ല അങ്ങനെ വന്നതാണ്. എന്നാൽ പോലും ആ കവർ വേണം. ആ കവർ വേണമെന്ന് പറയുമ്പോൾ എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന കവർ എടുത്ത് അതിലൊരു നില്ല് എഴുതിയിട്ട് ആ കവർ നിങ്ങൾക്ക് തലേന്ന് തന്നെ ഒട്ടിക്കാം, 100%. കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പോൾ എലക്ഷൻ ഡ്യൂട്ടീസ്, എന്നാലും ആ നമ്പർ ഓഫ് കവേഴ്സ് ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് കവർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ഒരു പ്ലെയിൻ കവർ എടുക്കുക, അതിൻ്റെ മുകളിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് എലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് എന്ന് എഴുതുക, അതിൽ ഒരു വെള്ള പേപ്പറിൽ നില്ല് കടത്തി വെക്കുക, നിങ്ങൾ ആ കവർ ഒട്ടിക്കുക. അതിൽ ഇനി ഒന്നും ചെയ്യാനില്ല. അടുത്തത് ഡിക്ലറേഷൻ അബൌട്ട് ഏജ് ആണ്. അപ്പോൾ ഏജിനെ സംബന്ധിച്ച ഡിക്ലറേഷനും വേറെ തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ഇനി മൂന്നാമത്തെ കവർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പാക്കറ്റിൽ നമുക്ക് കാര്യമായി ഒന്നും തലേന്ന് എഴുതി വെക്കാൻ ഇല്ല. എന്നാൽ പോലും ഈ ഫോമുകൾ എഴുതി വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള N22 റെസീറ്റ് പ്രകാരം നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ കവറുകളും ക്രമത്തിൽ അടുക്കി വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വലിയ പാക്കറ്റിൽ കടത്തി വെക്കണം കവറുകൾ. അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡിസോർഡറായി. അപ്പോൾ വലിയ പാക്കറ്റുകളിൽ അഡ്രസ്സൊക്കെ എഴുതി എല്ലാ കവറുകളുടെയും പുറത്ത് മോണോഗ്രാം ഒക്കെ കൊടുത്ത് നിങ്ങൾ ഓരോ കവറ് റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ചെയ്ത് ക്രമത്തിൽ അടുക്കി വലിയ പാക്കറ്റുകളിൽ നമ്മൾ കടത്തി വെക്കണം എന്ന കാര്യമാണ് പറയാനുള്ളത്. ഇനി നാലാമത്തെ പാക്കറ്റിലേക്കാണ് പോകുന്നത്. നാലാമത്തെ പാക്കറ്റിലാണ് കാര്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒന്ന്. അതിൽ 24A ആണ് ആദ്യത്തേത്. 24Aയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. പഞ്ചായത്ത്, വാർഡ്, പേര്, പോളിംഗ് സ്റ്റേഷൻ നമ്പർ, നെയിം, കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, അത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, DP. നിങ്ങൾ ആദ്യം വേണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തരംതിരിച്ച് വെക്കാം വേണമെങ്കിൽ. അതിൻ്റെ മുകളിൽ സ്കെച്ച് പെന്ന് വെച്ചിട്ട് GP, BP, DP എന്ന് എഴുതിയാൽ മതി. ആകെ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള 24A ഫോമിൽ മുകളിൽ സ്കെച്ച് പെന്നിൽ നമ്മൾ ഏത് കാറ്റഗറി, GP ആണെങ്കിൽ GP എന്ന് എഴുതുക, ഗ്രാമപഞ്ചായത്തിൻ്റെ, അതായത് ആ ബുക്കിറ്റ് ഒന്നാമത്തെ ബാലറ്റിംഗ് യൂണിറ്റിലെ നമ്പർ എഴുതുന്നെങ്കിൽ അത് കാണിക്കുക. രണ്ടാമത്തേൽ അങ്ങനെ GP, BP ഓരോന്നിലും ഏതിലേക്കാണ് എന്ന് വേണമെങ്കിൽ നേരത്തെ വലിയ സ്കെച്ച് പെന്ന് വെച്ച് എഴുതി വെച്ചാൽ സൗകര്യമായിരിക്കും. പിന്നെ നമുക്ക് സീരിയൽ നമ്പർ 1 പൂരിപ്പിച്ച് വെക്കാം. 24Aയിലെ സീരിയൽ നമ്പർ, അതായത് മാർക്കഡ് കോപ്പിയിലുള്ള ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ള സമ്മതിദായകരുടെ എണ്ണം, അത് എത്രയാണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് വോട്ടർ പട്ടിക നോക്കി എഴുതി വെക്കാം. ആ വോട്ടർ പട്ടികയിൽ എന്താണ് ആകെയുള്ളത് നമ്പർ, അത് അബ്സ്ട്രാക്റ്റ് എഴുതിയിട്ടുണ്ടാവും മിക്കവാറും. അബ്സ്ട്രാക്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ ക്രമ നമ്പറൊക്കെ നോക്കി അതിൽ ഡിലീറ്റഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് മൈനസ് ചെയ്തിട്ടുള്ള വോട്ടർമാരാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ സീരിയൽ നമ്പർ 24Aയിലെ അതും നമുക്ക് എഴുതി വെക്കാവുന്നതാണ്.
കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ എഴുതി വെക്കാം. പിന്നെ ടെൻ പിന്നെ എഴുതാൻ പറ്റുന്ന ഒരു സാധനം അതിൽ തന്നെ 24A കാര്യമാണ് പറയുന്നത്. ടെൻഡേഡ് ബാലറ്റ് തന്നത് എത്ര, അതിൻ്റെ സീരിയൽ നമ്പർ എത്ര. തന്നത് 10 അതിൻ്റെ സീരിയൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ഫ്രം ടു എഴുതുക. അപ്പോൾ അത് എഴുതണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ ഫോം ഏതാണെന്ന് തീരുമാനിക്കണം. നിങ്ങൾ GP ആണെങ്കിൽ മാത്രമേ GPയുടെ ബാലറ്റ് പേപ്പറിലെ സീരിയൽ നമ്പർ അവിടെ എഴുതാൻ പാടുള്ളൂ. പിന്നെ BP ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24A വരുമ്പോൾ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിലെ ടെൻഡർ ബാലറ്റ് പേപ്പറിന്റെ സീരിയൽ നമ്പർ താഴെ എഴുതാൻ പാടുള്ളൂ എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ വിട്ടുപോകും, സ്ലിപ്പ് ചെയ്തു പോകും. അങ്ങനെ എഴുതാൻ നേരത്തെ എഴുതി വെക്കാന്ന് പറയുമ്പോൾ നമ്മൾ അതാതിൻ്റെ ഗ്രാമത്തിന്റെ 24A മാത്രമേ ഗ്രാമത്തിന്റെ ടെൻഡേഡ് ബാലറ്റിന്റെ ആ വെള്ള ബാലറ്റ് പേപ്പറിൽ തന്നിട്ടുള്ള ഫ്രം ടു സീരിയൽ നമ്പർ എഴുതാവൂ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 24A തയ്യാറാക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുകളിൽ GP ആണ് GP എന്ന് എഴുതുക, അല്ലെങ്കിൽ അതർ ഫോമിൽ വേറെ 24A എടുത്തിട്ട് എടുത്ത് BP എഴുതിയതിന് ശേഷമേ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അത് എഴുതിയാൽ മതി. 24Aയുടെ ടെൻഡേഡ് വൈകുന്നേരം എഴുതിയാലും മതി. ഇപ്പം ഞാൻ ടെൻഡേഡ് എഴുതി വെക്കാൻ പറഞ്ഞത് അതിൻ്റെ തന്നിട്ടുള്ള സീരിയൽ നമ്പർ ഫ്രം ടു ഒന്ന് എഴുതാൻ മാത്രമാണ് പറഞ്ഞത്. നമുക്കറിയാം ഈ 24A ആകെ എഴുതേണ്ട 3 സീൽ ഉണ്ടെങ്കിലും നമുക്ക് ഗ്രീൻ പേപ്പർ സീലിൻ്റെ നമ്പർ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗ്രീൻ പേപ്പർ സീലിൽ ഫ്രം ടു എത്രയാണ് തന്നെന്ന് നമുക്കറിയാം. പിന്നെ യൂസ് ചെയ്യുന്ന ഉപയോഗിച്ച ഗ്രീൻ പേപ്പർ സീലിൻ്റെ നമുക്ക് എഴുതി വെക്കാം. കാരണം നാളെ നമ്മൾ രാവിലെ ഉപയോഗിക്കാൻ പോകുന്ന ഗ്രീൻ പേപ്പർ സീൽ ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരെയും കൂട്ടിച്ചേർത്ത് എല്ലാ ഫോറങ്ങളും ഇത്രയും കാര്യങ്ങൾ ഈ പിന്നെ നമുക്ക് ഇതിൽ 24Aയിൽ പൂർണ്ണമാക്കി വെക്കാം തലേന്ന് തന്നെ. പക്ഷേ 24Aയിലെ ടെൻഡേഡ് ബാലറ്റ് പൂരിപ്പിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചോണം അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 24A ആണോന്ന് മുകളിൽ എഴുതി അത് GP എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ടെൻഡേഡ് ബാലറ്റിൻ്റെ സീരിയൽ നമ്പറേ എഴുതാവും, മാറിപ്പോകരുത്. അത് ശ്രദ്ധിച്ചോളണം. അതാണ് വളരെ വളരെ പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. ഇനി അടുത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൻ്റെ കൂട്ടത്തിൽ 10 ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഒരെണ്ണത്തിലുണ്ടാവും ഗ്രാമത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ബാലറ്റ് ലേബലും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. അത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ആണെന്ന് ധരിച്ചു പോകരുത്. 10 ഇതും 2 ബാലറ്റ് ലേബലുമാണ്. ആ ബാലറ്റ് ലേബല് 2 ഗ്രാമത്തിന് തന്നിട്ടുണ്ടാവും, 2 ബ്ലോക്കിന് 10+2 ഉണ്ടാവും, ജില്ലയ്ക്കും 10+2 ഉണ്ടാവും. അവിടെ ഞങ്ങൾ ആ +2 ആ ബാലറ്റ് ലേബലിൽ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ അല്ല കേട്ടോ, അല്ലാത്ത ആ 2 ഒരെണ്ണം ഓരോന്നിൽ നിന്നും എടുത്ത് ക്യാൻസൽഡ് എന്ന് ക്രോസ് ആയിട്ട് എഴുതിയിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് 3 കൂടി ഒരു കവറിൽ വെച്ചങ്ങ് ഒട്ടിക്കുക. അതിനി പണിയില്ല, തലേന്ന് തന്നെ ഒട്ടിച്ച് തീർക്കാവും. അത് നമ്മൾ കൺട്രോൾ യൂണിറ്റിൻ്റെ ഒപ്പം കൊടുക്കേണ്ട 24Aയുടെ ഒപ്പം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 10 പിന്നെ ടെൻഡേഡ് ബാലറ്റും തന്നിട്ടുണ്ട്, 2 ബാലറ്റ് ലേബലും തന്നിട്ടുണ്ട്. ആ 2 ബാലറ്റ് ലേബൽ തന്നത് ഓരോന്നിൽ നിന്നും ഓരോന്നെടുക്കാം. ഗ്രാമത്തിലൊന്ന്, ബ്ലോക്കിലൊന്ന്, ജില്ലയിൽ നിന്നും ഓരോന്നെടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്ത് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് ഒരു കവറിലാക്കുക. എല്ലാം കവറങ്ങ് ഒട്ടിച്ചേക്കുക. കഴിഞ്ഞു അതിൻ്റെ പണി. എന്നിട്ട് സീൽ വെക്കാവുന്നതാണ്. സീല് ഒരുമിച്ച് വെച്ചാൽ മതി. ഇനി 4ാമത്തെ പാക്കറ്റിൽ വരുന്ന മറ്റൊന്നാണ് പേപ്പർ സീൽ അക്കൗണ്ട്. ആ പേപ്പർ സീൽ അക്കൗണ്ട് നമ്മൾ ശരിക്കും വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അഡീഷണൽ ഒന്ന് വന്നെങ്കിൽ, വേറൊരു കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നെങ്കിൽ മാത്രമാണ് അവിടെ അതുകൂടി എഴുതാൻ കോളം ഉണ്ട്, അത് അന്നേരം എഴുതിയാൽ മതി. അല്ലാത്ത സാഹചര്യത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ കാരണം തലേന്ന് എഴുതി വെക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ പേപ്പർ സീലിൽ ഏതൊക്കെ സീരിയൽ നമ്പറുകളിലുള്ള സ്ട്രിപ്പ് സീലാണ്, സ്പെഷ്യൽ ടാഗാണ്, ഗ്രീൻ പേപ്പർ സീലാണ് ഉപയോഗിക്കുന്നതെന്ന്, നാളെ രാവിലെ ഉപയോഗിക്കുന്നതെന്ന് തലേന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അത് മാറ്റി വേറൊരു കവറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും അടിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് കൂടി നമുക്ക് വെക്കാം. എങ്കിൽ നമുക്ക് ഈ പേപ്പർ സീൽ അക്കൗണ്ടിൻ്റെ വർക്ക് തലേന്ന് തന്നെ ചെയ്യാവുന്നതാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. പേപ്പർ സീൽ അക്കൗണ്ട് ചെയ്യുന്ന വിധം ഞാൻ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ തന്ന സീരിയൽ നമ്പർ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങ് എഴുതുകയും വേണ്ടു. എത്ര ഉപയോഗിച്ച സീരിയൽ നമ്പർ, റിട്ടേൺഡ് എത്രയാണ്, ഡാമേജ്ഡ് എത്രയാണ് എന്നൊക്കെ
ആ, വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ഒന്ന് പൂരിപ്പിച്ച് വയ്ക്കും. ഇനിയിപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് പൂരിപ്പിച്ചിട്ട് നമ്മളത് എന്തെങ്കിലും കറക്ഷൻ വേണ്ടി വന്നാൽ ഒന്ന് വെട്ടി എഴുതുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇനി തലേന്ന് ചെയ്യാവുന്ന അത് ഇത്രയും കാര്യങ്ങൾ പേപ്പർ സീലിലും നമുക്ക് ചെയ്തു വെക്കാം. അപ്പോൾ ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ നമ്മൾ കവർ തന്നെ ക്ലോസ് ചെയ്തു. പേപ്പർ സീൽ അക്കൗണ്ടിൽ ഏകദേശം എല്ലാം എഴുതി കഴിഞ്ഞു. പിന്നെ വരാൻ പൂരിപ്പിക്കാൻ കഴിയുന്നത് ഡയറിയിലാണ്. ഡയറിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. കൺട്രോൾ യൂണിറ്റ് നമ്പർ എഴുതാം, DMM നമ്പർ എഴുതാം, ബാലറ്റിംഗ് യൂണിറ്റ് 3 ബാലറ്റിംഗ് യൂണിറ്റുകളുടെ സീരിയൽ നമ്പർ എഴുതാം. പിന്നെ ഉപയോഗിച്ച സീലുകളുടെ 3 സീലുകളെ പറ്റിയും ചോദിക്കുന്നുണ്ട് ഡയറിയിൽ. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ കാര്യമാണ് പറയുന്നത്. ഉപയോഗിച്ച 3 സീലുകളെ പറ്റിയും ചോദിക്കുന്നുണ്ട്. സീൽ നമ്പർ യൂസ് ചെയ്ത പേപ്പർ സീലും സ്ട്രിപ്പ് സീലും സ്പെഷ്യൽ ടാഗ് ഉപയോഗിച്ചവയുടെ സീൽ നമ്പർ ചോദിക്കുന്നുണ്ട്. തിരിച്ചു കൊടുത്തത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. എത്ര ടെൻഡേർഡ് ബാലറ്റാണ് തന്നതെന്ന് ഡയറിയിൽ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നേരത്തെ എഴുതി വെക്കാവുന്നതാണ്. തിരിച്ചു കൊടുക്കുന്നത് അന്നേരം എഴുതിയില്ലേ കുഴപ്പമില്ല. തന്നതും യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമുക്ക് നേരത്തെ ഡയറിയിൽ എഴുതി വെക്കാം. അപ്പോൾ ഡയറി പരമാവധി കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്യാൻ കഴിയുന്നത് പൂരിപ്പിച്ച് വെക്കുകയാണ് നല്ലത്. ഇനി 5ാമത്തെ കവറിൽ വരുന്ന പാക്കറ്റിൽ വരുന്ന ഡിക്ലറേഷൻസ് ആണ്. ഡിക്ലറേഷൻസിൽ ഒന്നുമില്ല. ഹെഡിങ് എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പർ, മറ്റുള്ള കാര്യങ്ങളുടെ നമ്പറൊക്കെ മാത്രമേ, പിന്നെ പോളിംഗ് സ്റ്റേഷൻ്റെ പേര്, നമ്പർ, പിന്നെ ഡേറ്റ്, ഇത്രയും ഡിക്ലറേഷൻ വരുന്നുള്ളൂ. പിന്നെ പോളിംഗ് ഏജൻസ് ഒപ്പിടാനുള്ളതാണല്ലോ. ആ ഒപ്പ് പിന്നെ ഇലക്ഷൻ തുടങ്ങുമ്പോൾ അല്ലെ തുടങ്ങി കഴിഞ്ഞ് ഇതിന് ശേഷം ഇടിച്ചാൽ മതി, തിരക്കൊന്നുമില്ല. നമ്മൾ അവിടെ ആ ഡിക്ലറേഷൻസ് പറഞ്ഞിട്ട് അവസാനം ചെയ്യിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോമിൽ നമ്മൾ ചെയ്യുക. ഫോം ബുക്ക്ലെറ്റ് ആയിട്ടാണെങ്കിൽ ബുക്ക്ലെറ്റിൽ നിന്ന് ഫോം പറിക്കേണ്ട. ആ പൂരിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുറിച്ച് ഓരോ കവറിലേക്ക് ആക്കിയാൽ മതി. അല്ലെ ലൂസായിട്ട് ഫോംസ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കവറിൽ കയറ്റി വെച്ച് അത് പരമാവധി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പരമാവധി കാര്യങ്ങൾ നമ്മൾ പിന്നെ തീർത്തു വെച്ചാൽ നമ്മൾ ചെയ്യുന്ന നാളെ നമുക്ക് അത്രയും വളരെ സുഖമായിട്ട് ഡ്യൂട്ടി ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാവില്ല. പകുതി ഇലക്ഷൻ നടന്നിടത്തൊക്കെ അങ്ങനെ വളരെ സുഖമായിട്ടാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആശംസിക്കുന്നു. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ എൻ്റെ നമ്പറുണ്ട്, എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ മറുപടി പറഞ്ഞു തരാം. ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്, അല്ലാതെ ഞാനിതിൻ്റെ അതോറിറ്റി ഒന്നുമല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും ചെറിയ ഡൗട്ട് തോന്നിയാൽ അതാത് സമയത്ത് ഇലക്ഷൻ്റെ അതാത് സമയത്ത് ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ തീർക്കാൻ വേണ്ടി നിങ്ങൾ അതാതിൻ്റെ പിന്നെ നിങ്ങളുടെ അടുത്ത ഹെഡിന്, റിട്ടേണിംഗ് ഓഫീസറായാലും അല്ലെങ്കിൽ അതിൻ്റെ സെക്ടറൽ ഓഫീസർമാരാരായാലും ശരി, അവരെയൊക്കെ ബന്ധപ്പെടുന്നതാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.